അടുത്ത കാലത്താണ് ഈ കോടി ക്ലബ്ബിൽ മലയാള സിനിമകൾ ചെയ്യുന്ന വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നത്. മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായില്ല. ഈ കോടി ക്ലബ്ബിൽ എത്തിച്ചേരുന്നതിൻ്റെ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമ 100ാം വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല സിനിമകൾ കണ്ട് ആ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിൽ ഇടിച്ച് കയറി 100, 150, 200, 300, 365 ദിവസം വരെ മലയാള സിനിമ ഓടി വിജയിപ്പിച്ച പ്രേക്ഷകർ ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രേക്ഷകരുടെ രസങ്ങൾ വ്യത്യാസം വന്നെങ്കിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ ട്രെൻഡാണ് കോടി ക്ലബ്ബിൽ. മുൻപൊക്കെ 25ാം ദിവസം 50ാം ദിവസമൊക്കെ മുമ്പേ പോസ്റ്ററുകൾ അടിച്ചു വയ്ക്കാറുണ്ട്. കാരണം ഒരു വിശ്വാസം കൂടിയാണ്, എൻ്റെ ഈ സിനിമ ഇത്ര ഓടുമെന്നുള്ളത്, പ്രേക്ഷകർ രക്ഷിക്കും, അങ്ങനെയും ഉണ്ടായിരുന്നു. ഇനി കണക്കുകൾ കാണിക്കാൻ, ബ്ലാക്ക് വൈറ്റ് ആക്കാൻ ഇങ്ങനെയും ഒരു സംവിധാനം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ലക്ഷണം വെച്ചാൽ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഈ ഫുള്ളാക്കാൻ വേണ്ടി നേരിട്ട് ഉണ്ടായ അനുഭവങ്ങളാണ്. കുറേ ടിക്കറ്റുകൾ പലർക്കും കൊടുക്കും, വേണ്ടപ്പെട്ട പലർക്കും കൊടുത്ത് ആദ്യത്തെ ദിവസം തിയേറ്റർ ഹൗസ്ഫുള്ളാക്കും. ആ ഹൗസ്ഫുള്ളാക്കുമ്പോഴാണ് ഈ സിനിമയ്ക്ക് നല്ല സിനിമയായിരിക്കും, മോശം സിനിമയൊന്നുമല്ല, അത്തരം സിനിമകൾ കുറേയും കൂടിയും ഉഷാറാക്കാൻ വേണ്ടി, ഹൗസ്ഫുള്ളാക്കാൻ വേണ്ടി, അതായത് ചില സംവിധായകരുടെ പേര് കേൾക്കുമ്പോൾ തിയേറ്റർ ഫുള്ളാവണമെന്നില്ല, അത്തരം സിനിമകൾ ഹിറ്റാക്കാൻ വേണ്ടി കാലേ കൂട്ടി കുറേ ടിക്കറ്റുകൾ വേണ്ടപ്പെട്ട ആൾക്കാരെ കൊടുത്ത് തിയേറ്റർ ഫുള്ളാക്കിയിരുന്നു. വേറൊരു നിർമ്മാതാവ്, നല്ല സിനിമയാണ്, എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം, നേരിട്ട് അനുഭവമുള്ള സിനിമ, പ്രശസ്തമായ കുറേ നല്ല സിനിമകൾ എടുത്തൊരു നിർമ്മാതാവ്, കുടുംബങ്ങളുടെ പ്രിയ സംവിധായകൻ്റെ ഒരു സിനിമയാണ്, അതിൽ നല്ല നടികൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമ ആദ്യത്തെ 1-2 ദിവസം തിയേറ്ററിൽ ആശാവഹമായ രീതിയിൽ പോയില്ല. അപ്പോൾ ചെയ്തത് എന്താ, ആ തിയേറ്ററുകളെല്ലാം അദ്ദേഹം വാടകയ്ക്ക് എടുത്തു. വാടകയ്ക്ക് എടുത്തിട്ടാണ് അത് ഹൗസ്ഫുള്ളാക്കി മാറ്റിയത്. അപ്പോൾ ഈ ഹൗസ്ഫുള്ളാക്കിയ വേറെയും ലക്ഷ്യങ്ങളുണ്ട്. അവിടെയും ഈ ഹൗസ്ഫുള്ളാക്കുമ്പോൾ എത്ര രൂപ വരുമാനം കിട്ടി എന്ന് കണക്കുകളുണ്ടായിരിക്കാം. ഈ കണക്കുകൾ നിർമ്മാതാവിനെ അറിയുള്ളൂ. ഈ പൈസ എങ്ങനെ ഒന്നും അവർക്കറിയില്ല. ആ രീതിയിലും ഹൗസ്ഫുള്ളാക്കുകയും ബ്ലാക്ക് വൈറ്റ് ആവുകയും ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു. ഇപ്പോഴാണ് കോടിയുടെ കഥ കേട്ടപ്പോഴാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട, തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് സംസാരം, അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണുപോയൊരു കാര്യമാണത്. അത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ ഞാനിത് പറഞ്ഞു പോയല്ലോ, പറയാൻ പാടില്ലാത്തല്ലോ, അത് നിൻ്റെ കയ്യിലാണല്ലോ വന്ന് പെട്ട് എന്നൊക്കെ പറഞ്ഞത്. നീന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഈ കോടികളുടെ ബന്ധങ്ങളും തിയേറ്ററുകാരും തമ്മിലുള്ള കാര്യം സംസാരിച്ച കൂട്ടത്തിലാണ് ആ സുഹൃത്ത് ഒരു കാര്യം സൂചിപ്പിച്ചത്. ഇത് പലർക്കും അറിയില്ല. കാരണം ഈ തിയേറ്ററിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ തിയേറ്ററിലേക്ക് ഒരാൾ 50 ലക്ഷം രൂപ കൊണ്ടുതരികയാണ്. ഈ 50 ലക്ഷം രൂപ കൊണ്ടുതരുമ്പോൾ ആ 50 ലക്ഷം രൂപ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നു. നിങ്ങൾ അത് കൊണ്ടുവരുന്നത് ബ്ലാക്കാണ്, ഇത് വേറെ ആർക്കും അറിയില്ലേ. അപ്പോൾ 50 ലക്ഷം രൂപ ടിക്കറ്റ് ഞങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ തിയേറ്ററിന് മറ്റു കാര്യങ്ങൾ വെച്ചാൽ 35 ലക്ഷം രൂപ വൈറ്റായിട്ട് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ബ്ലാക്ക് വൈറ്റ് ആക്കേണ്ട തന്ത്രം മനസ്സിലായല്ലോ. ഒരേ സമയം തിയേറ്റർ ഫുള്ളാവുകയും സിനിമ ഹിറ്റാവുകയും കോടിയിലെത്തുകയും ചെയ്യുമ്പോൾ നിർമ്മാതാവിൻ്റെ ബ്ലാക്ക് ഇത്ര കോടി രൂപ ബ്ലാക്ക് വൈറ്റായി കിട്ടുന്നു. ഈ തന്ത്രങ്ങൾ കുറേ കാലമായി മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും അറിയില്ല. നമ്മൾ ഹിറ്റാവുന്ന ഭയങ്കര ഹിറ്റാണല്ലോ എന്നുള്ളതാണ്. ചില സിനിമകൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് ഹൗസ്ഫുള്ള് ബോർഡ് വെച്ചിരിക്കുന്നു. പരിചയമുള്ളവർ, സ്വാധീനമുള്ളവർ തിയേറ്ററിൽ അകത്ത് കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കാണേണ്ട ആവശ്യമില്ല, ഞാൻ ഹൗസ്ഫുൾ ആവില്ലോ സിനിമ. സോറി, ഹൗസ്ഫുള്ളല്ല. അകത്ത് കിടന്നപ്പോൾ 5-10 പേര് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അപ്പോൾ ഈ ഹൗസ്ഫുള്ളിൻ്റെ രഹസ്യം എന്താ? ഹൗസ്ഫുള്ളാവണമെങ്കിൽ ആ തിയേറ്റർ നിറഞ്ഞ് ആ സീറ്റ് ഫുള്ളായി അഡീഷണൽ സീറ്റെല്ലാം ഇട്ടുകൊണ്ട് ഉള്ള ഷോ ആണ്. അത്രയും രൂപയുടെ കണക്ക് വന്നു കഴിഞ്ഞു ഇവിടെ. ഇങ്ങനെ പല ഷോസും ഹൗസ്ഫുള്ളാക്കി വെച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ സിനിമ ഒരേ സമയം പ്രേക്ഷകരെ പറ്റിക്കുകയും കണക്കുകളിൽ കള്ളക്കണക്കുണ്ടാക്കുകയും ബ്ലാക്ക് വൈറ്റാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പോൾ തുടങ്ങിയതല്ല. ഈ കോടികൾ വന്നതിന് ശേഷമാണ് അത് വളരെ രസകരമായി പോയത്. നമ്മളൊക്കെ പാവം വിശ്വസിച്ച് പോയി, എല്ലാ കോടികൾ. പക്ഷെ കണക്കുകൾ വന്നപ്പോൾ എവിടെയാണ് അവർക്ക് പിഴച്ചത്? നിർമ്മാതാക്കളുടെ സംഘടന, പ്രത്യേകിച്ച് ജി സുരേഷ് കുമാർ അതാത് മാസത്തെ റിപ്പോർട്ടുകൾ പുറത്തു വിട്ടപ്പോഴാണ് പ്രശ്നമായത്. അവർ ആ തിയേറ്ററിൽ ഓടിയ സിനിമയുടെ കണക്കുകൾ കളക്ഷനാണ് പറഞ്ഞത്. അവിടെ ചില സിനിമകൾ ഇത്രയും ഓടിയിട്ട് നഷ്ടം കാണിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഈ എല്ലാ തിയേറ്ററുകളിലും 50 ലക്ഷം രൂപ വീതം ഞാൻ കൊടുക്കുമ്പോൾ ഈ സുരേഷ് കുമാറിനും കണക്കുകൾ തെറ്റും. കാരണം അവിടെ ബ്ലാക്ക് വൈറ്റ് ആക്കുവാണെങ്കിലും രേഖാമൂലമുള്ളത് ഈ തിയേറ്ററിൽ ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ട്, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന കണക്കുകൾ എന്തായിരിക്കും? ഈ സിനിമ ഭയങ്കര ലാഭകരമാണ്, കോടിയിലെത്തി എന്ന് പറയാൻ പറ്റും. എന്നാൽ കണക്കുകൾ കൃത്യമായിട്ട് ഒരു കാലഘട്ടം വരെ പരിശോധിച്ച് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് യഥാർത്ഥത്തിൽ കോടിയെത്തിയ ഒരു സിനിമ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ രീതിയിൽ കണക്കുകൾ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്വേഷണങ്ങൾ വരുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ കണക്ക് വരുന്നത്? നിങ്ങൾ ചില കാര്യം വിട്ടുവീഴ്ച ചെയ്താൽ പോരെ. ഇവിടെ സുരേഷ് കുമാർ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നമുണ്ടായി. ശരിക്കും എമ്പുരാൻ്റെ പ്രശ്നം തുടങ്ങിയത് സുരേഷ് കുമാർ കണക്കുകൾ അവതരിപ്പിച്ച മുതലാണ്. ആ കണക്കുകൾ അവതരിപ്പിച്ചപ്പോഴാണ് 2 ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടേണ്ടി വന്നത്. ആ ഏറ്റുമുട്ടലിലാണ് സത്യം വെളിപ്പെടുത്തുക. അന്ന് ഞങ്ങൾ സുരേഷ് കുമാറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ സിനിമകൾ വരുമ്പോഴും കള്ളക്കണക്കുകൾ കാണിക്കരുത്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കള്ളക്കണക്ക് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടുന്ന റിപ്പോർട്ട് കറക്റ്റാണ്, അതേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അവർ കള്ളക്കളി കാണിക്കേണ്ടത് നമുക്കറിയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള കണക്കുകൾ കൊണ്ടിരിക്കുന്നു. പിന്നെയും ചില സിനിമകളുണ്ട്, ഹിറ്റാകുമെന്ന് വിചാരിക്കുന്ന സിനിമകൾ. അവർ ഹിറ്റാക്കാൻ താല്പര്യമില്ല. 1-2 സിനിമകൾ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ നഷ്ടം കാണിക്കണമെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അവർ കൂട്ടിക്കാണിക്കണം. അങ്ങനെയും ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന കുറേ ആൾക്കാരോടെ ഉണ്ട്. അതിനവർ ചെയ്യുന്ന പല മാർഗങ്ങളുണ്ട്, പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ബ്ലാക്ക് വൈറ്റ് ആക്കുമ്പോൾ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കാശ് കൂടുതൽ കൊടുത്തുകൂടെ എന്നുള്ളത്. അങ്ങനെ കൂടുതൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നടീനടന്മാർ ഇത്ര കോടികൾ വാങ്ങുന്നുണ്ട്, അവർ കണക്ക് കാണിക്കുന്നത് എങ്ങനെയാണ്? വളരെ കുറച്ചാണ്. ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ടൊരു കേസ് കോടതിയിൽ നടക്കുമ്പോൾ മലയാള സിനിമയിൽ പ്രധാന നടൻ അന്ന് മേടിച്ചിരുന്ന പ്രതിഫലത്തിൻ്റെ എത്രയോ കുറച്ചാണ് രേഖാമൂലം പറഞ്ഞെന്ന് അന്വേഷിക്കണം. ഇതൊക്കെ ആർക്ക് നഷ്ടം? ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് നഷ്ടമാണ്. അത് സജീവമായിക്കൊണ്ടിരിക്കണം. അപ്പം ഇത്തരത്തിലുള്ള നിങ്ങളൊരു കാര്യം ഉറപ്പിക്കുക, ഇവിടെ കോടി ക്ലബിൽ കയറാതെ കോടി ക്ലബിൽ കയറി എന്ന് പറയുമ്പോൾ നിർമ്മാതാവോ മറ്റുള്ള ഒരു എമൗണ്ട് അവിടെ തിയേറ്ററിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ള ലക്ഷണം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിക്കോട്ടെ, അല്ലേ, നമുക്കെന്താ, അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള കള്ളക്കളി വേണം.